അങ്ങനെ ഒരു ദിവസം റിയൽ എസ്റ്റേറ്റിലേക്ക് ഞാൻ ചോയ്സ് ആയിട്ട് വന്നതാണ്, ഞാൻ ബ്രോക്കറായിട്ട് വന്നതല്ല. ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ പറഞ്ഞു കാണും ഞാൻ കുറെ കഷ്ടപ്പെട്ടു, ഞാൻ ഊണ് കഴിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ബിസിനസ്സിൽ വന്നതെന്ന്. എൻ്റെ ഒരു വ്യത്യസ്ത സ്റ്റോറിയാണ്. ഞാൻ ഒരു ദിവസം പോലും കഷ്ടപ്പെട്ടിട്ടില്ല. ലൈഫ് ആസ് എ സെലിബ്രേഷൻ പറഞ്ഞ ആളാണ്. അപ്പോൾ എനിത്തിങ് ദാറ്റ് ഐ ഡു ഐ ഹവ് ഡൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിതൗട്ട് എനി ദിസ് തിങ്, താങ്ക്സ് ടു ഗോഡ് ആൻഡ് മൈ ടീം ആൻഡ് മൈ ഫാമിലി. നമസ്കാരമുണ്ട്. CJ റോയ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ 10,000 കോടി രൂപ ആസ്തി വരുന്ന ആ ഭൗതിക ശരീരം ഇന്ന് ജീർണാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളെല്ലാം, അച്ചടി മാധ്യമങ്ങളാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ ടെലിവിഷൻ ആണെങ്കിലും ഇദ്ദേഹത്തിനെ ഒരു ദൈവതുല്യനായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. കാര്യം അവർക്ക് അങ്ങനെ കണക്കാക്കി പറ്റുള്ളൂ. പല ചാനലുകളുടെയും പല പ്രോഗ്രാമിൻ്റെയും പ്രൊഡ്യൂസറാണ് പുള്ളി. പിന്നെ അച്ചടി മാധ്യമങ്ങളിൽ മിക്കവാറും അദ്ദേഹത്തിൻ്റെ പരസ്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവർക്ക് രണ്ടു കൂട്ടർക്കും അദ്ദേഹത്തിനെ ദൈവതുല്യനായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ. രണ്ട് അഭിപ്രായങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിനെ പറ്റി നമ്മളെല്ലാം കേൾക്കുന്നത്. അതിനോടിടയ്ക്ക് ചാനൽ ചർച്ച വരെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സംസ്ഥാന ബഡ്ജറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാതെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിനെ തന്നെ ചർച്ച ചെയ്യുന്ന പല മാധ്യമങ്ങളുമുണ്ട്. അപ്പോൾ രണ്ട് തട്ടിലാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. 90% വരുന്ന ആൾക്കാർ, സെൻട്രൽ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന ആൾക്കാർ, ഇദ്ദേഹത്തിൻ്റെ മരണം ഒരു കൊലപാതകമാണ്, അതായത് അദ്ദേഹം ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തിനെ തള്ളിവിടുകയായിരുന്നു, ഇതിനെല്ലാം ഉത്തരവാദി കേന്ദ്ര സർക്കാരും IT-യും ED-യുമാണ് അദ്ദേഹത്തിനെ അത്രയ്ക്കും മാനസിക അസ്വസ്ഥത ഉണ്ടാക്കി മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു, ഇവിടെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമയായിട്ടുള്ള ശ്രീ ജോയി കൊല ചെയ്യപ്പെട്ടു. എങ്ങനെ BJP ആവശ്യപ്പെടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ വെച്ചുപൊറുപ്പിക്കില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. സെൻട്രൽ ഗവൺമെന്റിന്റെ ദ്രോഹപ്പെട്ട നയങ്ങളാണ് അദ്ദേഹം മരിക്കാൻ സാഹചര്യം എന്നുള്ളത്. മറ്റു ചിലർ പറയുന്നു ഇദ്ദേഹത്തിൻ്റെ മരണം ഒരു കൊലപാതകമാണ്. കാര്യം അവർ പറയുന്നതിനകത്ത് ചില സംശയങ്ങളുണ്ട്. കാര്യം ഇത് IT-യുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന ആ വ്യക്തിയെ ഒന്ന് മുള്ളാൻ പോകണമെങ്കിൽ തന്നെ അവർ ശ്രദ്ധയുണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു റിവോൾവർ .25 NP ഗേജുള്ള ഒരു റിവോൾവറും കൊണ്ട് പുള്ളി സ്വയം നെഞ്ചിലേക്ക് വെടിവെച്ച് മരിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദികൾ അന്വേഷണ ഏജൻസികളാണെന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഈ മരണത്തിനെ കാണുന്നത് ഇതൊരു കൊലപാതകമാണെങ്കിലും അല്ലെങ്കിൽ ഇതൊരു ആത്മഹത്യയാണെങ്കിൽ തന്നെയും ഇദ്ദേഹം ഒരു വില്ലൻ കഥാപാത്രമായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു രണ്ട് സാഹചര്യം അല്ലെങ്കിൽ പുള്ളിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. ഇദ്ദേഹം ആത്മഹത്യ ചെയ്തെന്ന് വെച്ചു, ED-യുടെ സമ്മർദ്ദമുണ്ടെന്ന് വെച്ചു, IT-യുടെ സമ്മർദ്ദമുണ്ടെന്ന് വെച്ചു, BJP-യുടെ സമ്മർദ്ദമുണ്ടെന്ന് വെച്ചു. അങ്ങനെ സമ്മർദ്ദം എന്തിനാണ്? സത്യസന്ധനായ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഇദ്ദേഹം എന്തിനു ഭയക്കണം? കാര്യം ഇന്ത്യയിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്, അല്ലേ? കാര്യം എല്ലാ ജനങ്ങൾക്കും ജീവിക്കണം. അവിടെ പൈസയുടെ സ്റ്റാഗ്നേഷൻ ഉണ്ടാകരുത്. അപ്പോൾ എന്താ വേണ്ടത്? എല്ലാവരും അവരുടെ ചൊക്കിനൊതുങ്ങുന്ന ടാക്സ് അടയ്ക്കേണ്ട കാര്യമുണ്ട്. കാര്യം എല്ലാവരും ജീവിക്കണ്ടേ? ഇതുപോലെ ശതകോടീശ്വരന്മാർ മാത്രം ജീവിച്ചാൽ മതിയോ? അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ എല്ലാം ജീവിക്കണം. അപ്പോൾ ഈ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമമുണ്ട്. ടാക്സേഷൻ പ്രോപ്പറായിട്ടുള്ള രേഖകളും ടാക്സും ഗവൺമെൻറ്റിന് കൊടുക്കണം. എന്നാലേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും അത് വീതിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു നിയമത്തിനെ വെല്ലുവിളിച്ച് ജീവത്യാഗം നടത്തിയാലും നിയമത്തിൻ്റെ വഴി പോകണമെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. ചില മാധ്യമങ്ങളിലൊക്കെ പറയുന്നു, എത്ര ക്രൂരന്മാരാണ് ആ ഉദ്യോഗസ്ഥന്മാർ, അദ്ദേഹം മരിച്ചതിന് ശേഷവും 1 മണിക്കൂറോളം ഈ റെയ്ഡ് നടത്തി അല്ലെങ്കിൽ അന്വേഷണം നടത്തിയെന്നാണ്. സത്യം പറഞ്ഞാൽ പുള്ളി മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം നിർത്താൻ പറ്റുമോ? അവിടെ ഒരു കറപ്ഷൻ വന്നിരിക്കുന്നു, നിയമത്തിൻ്റെ മുമ്പിൽ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. ആ ചോദ്യത്തിന് റോയ്ക്ക് മറുപടിയില്ല. അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹത്തിൻ്റെ ജീവത്യാഗമായിരുന്നു. കാര്യം അദ്ദേഹം തോറ്റിരിക്കുന്നു. സത്യത്തിന് മുമ്പിൽ അദ്ദേഹം തോറ്റിരിക്കുന്നു. അയാൾക്ക് രേഖ കൊടുക്കാൻ പറ്റിയില്ല, അദ്ദേഹം മരിച്ചു.
എന്ന് പറഞ്ഞുകൊണ്ട് ആ അന്വേഷണം നിർത്തേണ്ട കാര്യമില്ല. ആ അന്വേഷണത്തിനകത്ത് രേഖകൾ അട്ടിമറിക്കപ്പെട്ടോ എന്ന് നോക്കണം. അങ്ങനെ ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. മറിച്ച് ഇതൊരു കൊലപാതകമാണ്, അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. എനിക്കും സംശയമില്ലാഴികയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റഡിയിലായിട്ടിരിക്കുന്ന അദ്ദേഹം ഇങ്ങനെ ഒരു മരണം സംഭവിക്കണമെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ അറിയണം. അങ്ങനെ ഒരു കൊലപാതകമാണെങ്കിൽ തന്നെ ഇദ്ദേഹത്തിനെ കൊല്ലണമെങ്കിൽ ഇദ്ദേഹം എന്തോ ഗൂഢമായിട്ടുള്ള ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നു, അല്ലേ? കാര്യം ഇദ്ദേഹത്തിൻ്റെ മേളിലൊരു രാജവെമ്പാലയുണ്ട്, അല്ലേ? വലിയൊരു കള്ളനുണ്ട്. ഈ കള്ളൻ്റെ മേളിൽ വലിയൊരു കള്ളനുണ്ട്. അദ്ദേഹം ചിലപ്പോൾ ഇദ്ദേഹത്തിനെ കൊന്നു കാണും എന്നായിരിക്കും. 3 മാസമായിട്ട് ഇദ്ദേഹത്തിൻ്റെ, അതായത് റോയിയുടെ ബാംഗ്ലൂരുള്ള ആ വലിയ സമുച്ചയത്തിൽ, അതായത് കോൺഫിഡൻറ്റ് പെൻറ്റഗൺ എന്ന് പറയുന്ന ആ ഒരു വലിയ ബിൽഡിങ്ങിൽ, ഏകദേശം 40,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ആ ബിൽഡിങ്ങിൽ 3 മാസമായിട്ട് CCTV ക്യാമറ ഇല്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഡിസ്ഫങ്ഷൻ ആക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ എന്തൊക്കെയോ നടക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊല്ലണമെങ്കിൽ അതിലും വലിയ വൻകിട സ്രാവുകൾ അദ്ദേഹത്തിനെ വെച്ച് കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നു എന്നുള്ളതാണ്. രണ്ടായാലും പുള്ളിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. അത് കൊലപാതകമാണെങ്കിലും ആത്മഹത്യ ആണെങ്കിൽ തന്നെയും അദ്ദേഹം ഒരു തെറ്റുകാരൻ തന്നെയാണ്. ഇതൊരു മാധ്യമവും ആരും അദ്ദേഹം ചെയ്ത പ്രവൃത്തിയെ അല്ലെങ്കിൽ അദ്ദേഹം കൂട്ടുനിന്ന പ്രവൃത്തിയെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അദ്ദേഹം ഒരു വലിയ മോട്ടിവേഷൻ സ്പീക്കറാണ്, അല്ലേ? 57 വയസ്സുള്ള അദ്ദേഹം ഭയങ്കര ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഒത്തിരി ആൾക്കാർ പറഞ്ഞു കാണും ഞാൻ കുറെ കഷ്ടപ്പെട്ടു, ഞാൻ ഊണ് കഴിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ബിസിനസ്സിൽ വന്നതെന്ന്. എൻ്റെ ഒരു വ്യത്യസ്ത സ്റ്റോറിയാണ്. ഞാൻ ഒരു ദിവസം പോലും കഷ്ടപ്പെട്ടിട്ടില്ല. ലൈഫ് ഇസ് എ സെലിബ്രേഷൻ പറഞ്ഞ ആളാണ്. അപ്പോൾ എനിത്തിങ് ദാറ്റ് ഐ ഡു ഐ ഹവ് ഡൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിതൗട്ട് എനി ദിസ് തിങ്, താങ്ക്സ് ടു ഗോഡ് ആൻഡ് മൈ ടീം ആൻഡ് മൈ ഫാമിലി. ഇപ്രകാരം ഒട്ടും തന്നെ കഷ്ടപ്പെടാതെ ഈ 10,000 കോടി രൂപയിലേക്ക് എത്തിപ്പെട്ട ഒരു ഭാഗ്യ ജാതകക്കാരനാണ് പുള്ളി എന്നാണ് പുള്ളി സ്വയം അവകാശപ്പെടുന്നത്. എൻ്റെ 36-ാം വയസ്സിൽ ഞാൻ ആദ്യത്തെ പ്ലെയിൻ മേടിച്ചു, ലോണില്ലാതെ, സ്വന്തം പ്ലെയിൻ. ഇന്നൊക്കെ നമ്മൾ ഇൻസ്റ്റ എടുത്ത കാറ് മേടിച്ച വലിയ സെലിബ്രേഷൻ അല്ല. ഞാൻ 36 വയസ്സിൽ ആദ്യത്തെ പ്ലെയിനെ മേടിച്ചു. എന്നിട്ട് 36 വയസ്സിൽ എനിക്ക് ചാർട്ടേഡ് ലൈസൻസ് ഉണ്ടാക്കി. അപ്പോ ഒരു എന്താ പറയുന്നത്, ലൈഫ് ഇസ് എ സെലിബ്രേഷൻ, ഒരു കോൺസെപ്റ്റിന്റെ ആളാണ്. 37-ാം വയസ്സിൽ, അതായത് 20 വർഷം മുമ്പ് ഇദ്ദേഹം ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങിയ വ്യക്തിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 20 വർഷം മുമ്പ് ഒരു പ്രൈവറ്റ് ജെറ്റിൻ്റെ വില ഏകദേശം 20 ലക്ഷം USD ഉണ്ട്. അതായത് 20 ലക്ഷം $, ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ അതിൽ കൂടും, ലക്ഷം കോടികളാവും. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് പ്രൈവറ്റ് ജെറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴൊരു ചോദ്യം വരും, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം വരും. നമുക്കറിയാം, കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉണ്ടായത് 2005 2005 തൊട്ട് 2025 വരെ ആ 20 വർഷത്തെ കാലയളവിലാണ് അദ്ദേഹം ഈ 10,000 കോടി രൂപ സമ്പാദിച്ചത്. ഈ 10,000 കോടി സമ്പാദിച്ചത് സത്യസന്ധമായിട്ടുള്ള പണമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ ഗൂഗിളിൽ CJ റോയ് റിയൽ എസ്റ്റേറ്റ് ഫ്രോഡലൻ്റ് എന്ന് അടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പല ന്യൂസുകളും നമുക്ക് കിട്ടും. അതിനകത്ത് ഞാൻ അറിഞ്ഞ ഒരു ന്യൂസ്, ക്രിസ്റ്റൽ KRISTAL ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതായത് 90ൻ്റെ അവസാനത്തിൽ ബാംഗ്ലൂരിൽ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി, അതിൻ്റെ CEO-മാരായിട്ടുള്ള കൃഷ്ണൻ നമ്പൂതിരിയും ലതയും, അവർ കേരളക്കാരാണ്. അവർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായിരുന്നു. 2003 100 കോടി രൂപ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയായിരുന്നു അത്. അന്ന് 100 കോടി എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ആ ഒരു കമ്പനിയായിരുന്നു. അതവിടെ നിൽക്കട്ടെ. 37-ാം വയസ്സിൽ CJ റോയി പ്രൈവറ്റ് ജെറ്റ് വാങ്ങി, അല്ലെങ്കിൽ പ്രൈവറ്റ് വിമാനം വാങ്ങി എന്നുള്ളത് വീഡിയോ ഉണ്ട്, പുള്ളി പറയുന്നുണ്ട്.
അപ്പോൾ ഈ 37-ാം വയസ്സിൽ 20 വർഷം മുമ്പ് പുള്ളിയുടെ ജോലി എന്തായിരുന്നു? വ്യക്തമായിട്ട് പുള്ളി പറയുന്നുണ്ട്, പല വീഡിയോയിലും പറയുന്നുണ്ട്, പുള്ളി ഒരു മാർക്കറ്റിംഗ് മാനേജറായിരുന്നു. ഇവിടുത്തെ ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ മാർക്കറ്റിംഗ് മാനേജറായിരുന്നു. ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ മാർക്കറ്റിംഗ് മാനേജറായിരുന്നു. വെറും ഒരു മാനേജർ സ്ഥാനത്തിൽ നിന്നും വിശ്വാസം നേടിക്കൊണ്ട് തന്നെ കൃഷ്ണൻ നമ്പൂതിരി മാർക്കറ്റിംഗ് മാനേജരാക്കി. അതിനുശേഷം ഒരു പൈസയും മേടിക്കാതെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഒരു പാർട്ട്ണറാക്കി. ചില വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്രകാരം, അതായത് രാവിലെ വരുമ്പോൾ നമ്പൂതിരിയുടെ കാല് പിടിച്ചിട്ടാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നത്. അതായത് അത്രയും വിശ്വസ്തത നേടിക്കൊണ്ട് ആ രണ്ട് മനുഷ്യരെ കൃത്യമായിട്ടും വിശ്വസ്തത നേടിക്കൊണ്ട് അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ പാർട്ട്ണറായി. അതിനുശേഷം 2005 കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പടുത്തുയർത്തുമ്പോൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ കൃഷ്ണൻ നമ്പൂതിരി എവിടെയെന്ന് പോലും അറിയാൻ മേലാത്ത സാഹചര്യമാണ്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ചോദ്യചിഹ്നമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ജയിലിലടച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബം നശിച്ചു നാരായണം തൊണ്ടി, ആ ഒരു കമ്പനിയെ ഇല്ലെന്നായി. ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി പല എഗ്രിമെൻറ്റും പല പ്രോജക്റ്റുകളും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് റോയിയുടെ പേരിലായി. റോയി അങ്ങനെ മുതലാളിയായി. അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ആ ചോദ്യത്തിന് ഒരു പക്ഷെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ വിധി അല്ലെങ്കിൽ കർമ്മ ഫലം കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഉത്തരം കൊടുത്തിരിക്കുന്നു എന്ന് വേണ്ടേ പറയാൻ. കൃഷ്ണൻ നമ്പൂതിരി ആരായെന്ന് തിരക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആ കണക്ക് നോക്കിയാൽ മതി. 2005 കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുന്നു, തുടങ്ങുന്നു. ഒരു മാനേജർ, വെറും മാർക്കറ്റിംഗ് മാനേജറായിട്ടുള്ള CJ റോയി അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കോടികൾ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം 2005 തുടങ്ങുന്നു. 2025 എന്ന് പറയുന്ന ചുരുക്കം 20 വർഷം കൊണ്ട് 10,000 കോടി സമ്പദ് വ്യവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നു. ബുഗാട്ടി, ലംബോഗിനി, അങ്ങനെ 12 റോൾസ് റോയ്സ്, ഇല്ലാത്ത മൂലദ്രവ്യങ്ങളില്ല അദ്ദേഹത്തിന്. അങ്ങനെ ഒരു വലിയ മുതലാളിയാവുന്നു. പുള്ളി ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതായത് പുള്ളി ഇതുവരെ ജീവിതത്തിൽ സങ്കടം അനുഭവിച്ചിട്ടില്ല, എല്ലാം ഒരു ഇൻട്രസ്റ്റോട് കൂടി ഏറ്റെടുത്തു. പക്ഷെങ്കിൽ കാലം വെച്ചിരിക്കുന്ന വിധി അദ്ദേഹത്തിന് ഇതായിരുന്നു. നമുക്കറിയാം ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് തന്നെ വേണം പറയാം. നമുക്കറിയാം റിയൽ എസ്റ്റേറ്റിലാണ് കൂടുതൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നത്, കൂടുതൽ ടെററിസ്റ്റിൻ്റെ, അതായത് തീവ്രവാദ പൈസകൾ വരുന്നത്, അല്ലേ? ഈ വൈറ്റ് ആക്കാൻ, ബ്ലാക്ക് ആക്കാൻ, ടെററിസ്റ്റ്, ആയുധക്കച്ചവടം, ഇതെല്ലാം വരുന്നത് റിയൽ എസ്റ്റേറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതിനൊന്നും കണക്ക് വ്യക്തമല്ല. ഒരു പക്ഷെങ്കിൽ IT ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഉത്തരവില്ലാതെ പോയി. മറ്റൊരു കാര്യം, ബാംഗ്ലൂരിനെ സംബന്ധിച്ചോളം ബാംഗ്ലൂർ ഭയങ്കര ഒരു ഡെവലപ്പിംഗ് അർബൺ ഏരിയയാണ്. അവിടെ ഒത്തിരി നിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്, മിക്കവാറും കള്ളപ്പണങ്ങളാണ്. ഇതെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരുടെയാണ്. ഇതൊന്നും പിടിക്കപ്പെട്ടിട്ടില്ല. DK ശിവകുമാർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള അദ്ദേഹത്തിന് ഏകദേശം ആസ്തി 1500 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി. അദ്ദേഹത്തിൻ്റെ പണി എന്നാ? അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ ആസ്തി 1500 കോടി രൂപയാണ്. ED അദ്ദേഹത്തിനെ റെയ്ഡ് ചെയ്ത് പിടിച്ചു. ഇന്ന് ആ കേസ് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അത്രയും കള്ളപ്പണം നിക്ഷേപങ്ങൾ നടക്കുന്ന അവിടെയാണ് ഈ റോയിയുടെ തട്ടകം. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോണററി കോൺസുലേറ്റ് എന്ന് പറയുന്ന ഒരു പദവി പുള്ളി സ്ലോവാക്യൻ സ്റ്റേറ്റിൽ, യൂറോപ്പിലെ ഒരു ഹോണററി കോൺസുലേറ്റ് പദവി പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. Good evening, friends. I am happy and proud to present the Honorary Consul Office in Bangalore for the Slovak Republic. I am the Honorary Consul for the Slovak Republic in Bangalore from 2017. ആ പദവി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ വെളിയിൽ പോയ, അല്ലെങ്കിൽ സാധാരണപ്പെട്ട മനുഷ്യൻ വെളിയിൽ പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കിന് അവൻ്റെ ജെട്ടിയിലെ നൂല് വരെ അളന്ന് കീറി
കസ്റ്റംസ് ചെക്ക് ചെയ്യും, അല്ലേ? പക്ഷെങ്കിൽ ഈ ഒരു ഹോണററി പദവിയുള്ള ആൾക്കാർക്ക് എക്സംഷൻ ഉണ്ട്, ചില VIP പരിഗണനയുണ്ട്, ചില VVIP പരിഗണനകളുണ്ട്, അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജെറ്റ് എയർവേസ് പോലും, പ്രൈവറ്റ് എയർവേസ് പോലും ചില സാഹചര്യങ്ങളിൽ ചെക്കപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. കാര്യം എന്താണ്? ഇവരുടെ ചെക്കിങ് നടക്കുന്നത് VIP ടെർമിനലിലാണ്. ഈ VIP ടെർമിനലിൽ എങ്ങനെയാണ് ചെക്കിങ് നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അവിടെ എന്തൊക്കെയാ വരുന്നതെന്ന് പോലും ഒരു ട്രാൻസ്പറൻസി ഇല്ല, അല്ലേ? അവിടെ അട്ടിമറി സാധ്യതയുണ്ട്. അവിടെ എന്തെല്ലാം കൊണ്ടുവരാം. കാര്യം രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ടെററിസ്റ്റിൻ്റെയും അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാർക്കറ്റിൽ കച്ചവടം നടക്കുന്ന ആ പണക്കാരുടെ എല്ലാ ബിസിനസ് ഡീലിങ്ങിലും നടക്കുന്ന എവിടെയാണ്? ദുബായിലും അബുദാബിയിലും ഇന്ത്യയുടെ വെളിയിലാണ്. അവിടെ ഉണ്ടാക്കുന്ന ആ കോടിക്കണക്കിന് കറൻസി തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇതുപോലെയുള്ള ഗ്രീൻ ചാനൽ വഴിയാണ്. ഹോണററി കോൺസുലേറ്റ് പദവിയുള്ള ആൾക്കാരിൽ നിന്നാണ് ഇതിലേക്ക് ഇങ്ങോട്ട് ചാടിക്കുന്നത്. കാര്യം ഈ അബുദാബിയിലും ദുബായിലും ഒക്കെ RBI, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ടൈപ്പ് ഇല്ലാത്ത കുറേ ബാങ്കുകളുണ്ട്. അവിടെയൊക്കെ ബ്ലാക്ക് മണി അല്ലെങ്കിൽ ടെററിസ്റ്റ് മണി അല്ലെങ്കിൽ ആയുധ കച്ചവടത്തിൻ്റെ പൈസകൾ ഇതെല്ലാം ഇന്ത്യക്കാർ ആയിട്ടുള്ള നേതാക്കന്മാരും മതതീവ്രവാദികളും നിക്ഷേപിച്ചിട്ടുണ്ട്. ആ നിക്ഷേപം ഇന്ത്യയിലേക്ക് കടത്തുന്നത് പല മാർഗത്തിലൂടെയും പല വഴികളിലൂടെയാണ്. ഇത് ED കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ. നേരെ ഇരുട്ടറയിലേക്ക് പോവുക, അവൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം എഴുതി മേടിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണോ റോയ്ക്ക് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത് എന്നൊരു ചോദ്യചിഹ്നമാണ്. കാര്യം പുള്ളിക്ക് ഒത്തിരി നിക്ഷേപങ്ങൾ ഇന്ത്യയുടെ വെളിയിലുണ്ട്. അതിനൊക്കെ കണക്കുണ്ടോ കണക്കില്ലയോ ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. പുള്ളിയുടെ വാക്കിൽ കൂടെ പറയുന്നുണ്ട്, എന്നതാണ്, സീറോ ഡെപ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, കടമില്ല, കടം കൊടുക്കത്തുമില്ല. ശടാ, ഒരു മാനേജർ, ഒരു ബിസിനസ് മാനേജർ ആയിട്ടിരുന്ന അദ്ദേഹം ഈ 10,000 കോടി രൂപ ആസ്തിയിലേക്ക് ഒരു ലോണും ഒരു നിക്ഷേപവും ഒരു ഇക്വിറ്റിയും ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ ചോദ്യമല്ലേ? ഈ ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ വെച്ച് പുള്ളി മറുപടി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണോ അല്ലെങ്കിൽ ഒരു നല്ല ബിസിനസ്മാൻ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം അത്രയും ഒരു തട്ടിപ്പ് നടന്നാൽ മാത്രമേ ഉള്ളൂ അത്രയും ചങ്കൂറ്റമുള്ള അദ്ദേഹം ആ ഒരു ആത്മഹത്യ ചെയ്യുള്ളൂ. പക്ഷെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം, ഈ ഒരു അന്വേഷണം നല്ല രീതിയിൽ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ആ സാമ്പത്തിക സ്രോതസ് മൊത്തം കണ്ടെത്തിക്കൊണ്ട് ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്, ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ കൊലപാതകമാണെങ്കിൽ ആരാണ് ഇദ്ദേഹത്തിനെ കൊല ചെയ്തത് എന്നുള്ളൊരു ഉത്തരം കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ നേട്ടമായിരിക്കും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ സാധാരണ ജനങ്ങൾക്കും. കാര്യം ടാക്സേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ ജനങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ എത്ര TV-യിലെ പ്രൊഡ്യൂസറാണെങ്കിലും എത്ര മോട്ടിവേഷൻ സ്പീക്കർ ആണെങ്കിലും വെളുത്ത് പുഞ്ചിരിച്ച് നടക്കുന്ന ആളാണെങ്കിലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ടാക്സേഷൻ അല്ലെങ്കിൽ കള്ളപ്രവൃത്തി, കരിഞ്ചന്ത, ബ്ലാക്ക് മാർക്കറ്റ്, കള്ളപ്പണം, ഇങ്ങനെയുള്ള ഇടപാടുകൾ നടത്തുന്ന ആരാണേലും അവർ തുറങ്കലിൽ അടയ്ക്കപ്പെടണം എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. എന്തൊക്കെയായാലും കാലം കാത്തുവെച്ച വിധി CJ റോയ് എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ന് ജീർണാവസ്ഥയിലേക്ക് അദ്ദേഹത്തിനെ നയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ജീർണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു വലിയൊരു ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു ഉത്തരമായിരിക്കാം.